എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ അർജന്റീന ഇന്ന് ഇറങ്ങിയിരുന്നു. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 5:30-ക്കായിരുന്നു അർജന്റീന ഇറങ്ങിയത്. ശക്തരായ കൊളംബിയയായിരുന്നു അർജന്റീനയുടെ എതിരാളികളായിട്ട് വന്നത്. എന്നാൽ ഒരു വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഒരു ഗോളിന് പുറകിൽ നിന്ന ശേഷം ഇപ്പോൾ തിരികെ സമനില പിടിച്ചിരിക്കുകയാണ് അർജന്റീന. കൂടാതെ അർജന്റീനയുടെ ഒരു സൂപ്പർ താരത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നതും സങ്കടം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. എന്നാൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി വെറും 120 സബ്സ്ക്രൈബേഴ്സിന് കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും അർജന്റീന ഇന്ന് നടന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ ഒരു സമനിലയാണ് നേടിയെടുത്തിട്ടുള്ളത്. ശക്തരായ കൊളംബിയക്കെതിരെയാണ് ഇപ്പോൾ അർജന്റീന ഒരു സമനില നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും അർജന്റീനയ്ക്ക് ഇന്നത്തെ മത്സരം പരാജയപ്പെട്ടുവെങ്കിൽ പോലും അർജന്റീനയ്ക്ക് ഒന്നും നിലവിൽ സംഭവിക്കാനില്ല. കാരണം 2026 വേൾഡ് കപ്പിലേക്ക് അർജന്റീന ഇപ്പോൾ ഓൾറെഡി തന്നെ യോഗ്യത നേടിയിട്ടുണ്ട്. എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള പരാഗ്വേക്കാലും ഇപ്പോൾ ഏകദേശം 8-9 പോയിന്റ് കൂടുതലുണ്ട് ഒന്നാം സ്ഥാനത്തുള്ള അർജന്റീനയ്ക്ക് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. എന്തായാലും തോൽക്കാതെ രക്ഷപ്പെട്ടു എന്നത് അർജന്റീനൻ താരങ്ങളെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും അവസാന മിനിറ്റുകളിലാണ് അർജന്റീനയുടെ വല കുലുങ്ങിയതെന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. എന്തായാലും തിയാഗോ അൽമേഡയാണ് 81-ാം മിനിറ്റിൽ അർജന്റീനയ്ക്കായി വല കുലുക്കിയത്. അദ്ദേഹമാണ് സമനില ഗോൾ നേടിയത്. കൂടാതെ ആദ്യ പകുതി പിരിയും മുമ്പ് തന്നെ കൊളംബിയ ലീഡെടുത്തിരുന്നു. അവർക്ക് വേണ്ടി ലൂയിസ് ഡിയാസ് എന്ന് പറയുന്ന ലിവർപൂൾ സൂപ്പർ താരമാണ് അവർക്ക് വേണ്ടി വല കുലുക്കിയത്. എന്തായാലും അങ്ങനെ 1-1 സമനിലയാണ് കൊളംബിയയും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതായാലും മെസ്സി അടക്കമുള്ള താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നതും നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. എന്നാൽ മെസ്സിക്ക് ഗോളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അടുത്ത മത്സരങ്ങളിൽ മെസ്സി ഗോൾ കണ്ടെത്തും എന്ന് തന്നെയാണ് ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഒരു സൂപ്പർ താരത്തിന് നിലവിൽ റെഡ് കാർഡും വഴങ്ങേണ്ടി വന്നിരുന്നു. എൻസോ ഫെർണാണ്ടസിനാണ് ഇന്നത്തെ മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത് എന്നാണ് സങ്കടം നൽകുന്ന മറ്റൊരു കാര്യം. അടുത്ത മത്സരത്തിൽ എൻസോ ഫെർണാണ്ടസിന് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ സാധിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ എന്തായാലും പരിശീലകൻ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്തായാലും അത് മാത്രമാണ് സങ്കടകരമായ ഒരു കാര്യം. താരത്തിന് റെഡ് കാർഡ് കിട്ടിയത് മാത്രമാണ് ഇപ്പോൾ ദുഃഖകരമായ ഒരു കാര്യം. എന്തായാലും അർജന്റീന തോൽക്കാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്തായാലും സമനിലയാണ് അർജന്റീനയ്ക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്.